അപ്പോൾ ഇന്നൊരു കിട്ടിയിലും ഫിഷ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടൂലേ ഫിഷ് തവ മസാല, കിട്ടിയിലും ടേസ്റ്റാണേ. അപ്പം ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കിളിമീനല്ലേ, ചെങ്കലവ എന്നൊക്കെ പറയൂലേ, പക്ഷേ ഇവിടെ ഇത് സുൽത്താൻ ഇബ്രാഹിമാണേ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു സുൽത്താൻ ഇബ്രാഹിമിനെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സുൽത്താനെ ഇങ്ങനെ കഴുകി 2 സൈഡൊക്കെ വരഞ്ഞ് വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇതിൻ്റെ മസാല തന്നെയാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് കുരുമുളക്, പച്ചമുളകിന് വരെ ഞാൻ കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ എടുത്തത്. കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ടേ. അപ്പോൾ വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മുടെ മീനിലേക്ക് ഇത് വൃത്തിയായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കണം. 2 സൈഡിലും അകത്തും പുറത്തൊക്കെ ആയിട്ട് നന്നായിട്ട് കട്ടിക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഈ മീനിലേക്ക് ഇതിൻ്റെ എല്ലാ ഫ്ലേവറും ഇറങ്ങി നമുക്ക് സെറ്റായിട്ട് കിട്ടും. പിന്നെ ഒരു പാൻ വെച്ചിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയായിട്ട് ഒഴിക്കുന്നത്, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് കിട്ടും. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മീൻ ഇങ്ങനെ പെയ്യെ ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഉടയാതെ സ്ലോ കുക്ക് ചെയ്ത് വേണം എടുക്കാൻ. തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോകണ്ട, നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണം. അപ്പോൾ സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചാൽ മതി. ഇതേപോലെ മീനിങ്ങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആ എണ്ണയിലിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന കുറച്ച് അരപ്പുണ്ടല്ലോ, ആ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സാക്കിയിട്ട് മീനിലിങ്ങനെ പൊതിഞ്ഞെടുത്താൽ മതി. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.